ഹായ് കൂട്ടുകാരെ, എന്റെ പേര് ഗോഡ്വിൻ പീറ്റർ. എന്റെ അമ്മ ലിറ്റിൽ ബീച്ച് പതിയെടുത്ത് എഴുതി. സുന്ദരി കൂട്ടുകാർ എന്ന കഥയിലെ ഒരു കഥയാണ് ഈ കാട്ടിലെ തവള. ഒരപ്പ് ഒരു തവള ഉണ്ടായിരുന്നു. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടില് ഒരു തവള ഉണ്ടായിരുന്നു. കാട്ടിലെ തവളയ്ക്ക് ലോകം ചുറ്റിക്കാണാൻ മോഹം തോന്നി. അന്നേരം സഞ്ചിയിൽ വെള്ളവും ഭക്ഷണവും ഒക്കെ എടുത്ത് അവൾ യാത്ര തിരിച്ചു. അപ്പോൾ പോവാതെ ഇറങ്ങിയപ്പോൾ കൂട്ടുകാര് പറഞ്ഞതാണ്, പോവല്ലേടി തവളക്കുട്ടി, എടീ പോവല്ലേടി. അവളൊന്നും കേട്ടില്ല. ചാടി 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 സഞ്ചിയിൽ വെള്ളവും ഭക്ഷണമൊക്കെ എടുത്ത് അവള് ചാടി 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 ചാടിപ്പോയി. അന്നേരം അവക്കടെ കയ്യിലുണ്ടായിരുന്നു വെള്ളവും ഭക്ഷണവും ഒക്കെ തീർന്നു. അപ്പോൾ അവൾ വെള്ളമുണ്ടോ എന്നറിയാൻ വേണ്ടി ചാടി 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 പോയി. അന്നേരം ഒരു കുഞ്ഞിക്കുഴിയിൽ നിറയെ വെള്ളം. അവൾക്ക് സന്തോഷമായി. അവള് നോക്കി ആ കുഞ്ഞിക്കുഴിയിലേക്ക് ഒറ്റ ചാട്ടം. എന്തിനത് ചീഞ്ഞ മണം, ഇതിനൊരു ചീഞ്ഞ മണം. കാട്ടിലെ കുളപ്പിലെ വെള്ളപ്പിനോ നല്ല കണ്ണീരു പോലെയുള്ള സുഗന്ധമായ വെള്ളം. അവൾ അമ്മേരെ എമാലും വേണ്ടില്ല, വെള്ളമാണല്ലോ ഓർത്ത് അവളെങ്ങനെ മുഴുങ്ങി കളിച്ചപ്പോൾ ഒരു ബൈക്ക് എന്ന് പറഞ്ഞൊരു ബൈക്ക് വന്നു. അവൾ ദൂരേക്ക് പോയി. മുമ്പ് തവളക്കുട്ടി ബൈക്ക് എന്ന് പറഞ്ഞൊരു സാധനത്തെ കണ്ടിട്ടില്ല, വണ്ടിയെ കണ്ടിട്ടില്ല. അന്നെങ്ങും ബൈക്കും സ്കൂട്ടറും നമുക്ക് തവളക്കുട്ടി ബൈക്ക് എന്ന് പറഞ്ഞ സാധനത്തെയോ കണ്ടിട്ടില്ല, വണ്ടിയെ കണ്ടിട്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി, ഒരു കാറ് വന്നു എന്നും പറഞ്ഞ. അതും കുഴിക്കോടെ ഇറങ്ങി അങ്ങ് പോയി. ഉച്ചിരി നേരം കഴിഞ്ഞപ്പോൾ അവളൊരു കാട്ടിലെത്തിയപ്പോൾ കൊരങ്ങച്ചൻ വിളിച്ചു, നമ്മുടെ കാട്ടിൽ ഓരോ പുതിയ ജീവി വരുമോ, എല്ലാവരും വാ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ചോദിച്ചു, നീ ആരാടി?
അപ്പോൾ പറഞ്ഞു, ഞാൻ ഡിൻ 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 കാട്ടിലെ തവളയോ? അങ്ങനെ ഒരു ജീവിയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്നും പറഞ്ഞ ഒരു വണ്ടിയുടെ ജീവി എന്നെ തിന്നാൻ വന്നു. ആ ജീവിയുടെ ശബ്ദം കേട്ട് ഞാൻ ഇന്ന് പോകുന്നതാ. അപ്പോൾ മുയല് പറഞ്ഞു, നീ എന്നാടി ഇങ്ങനെ നടക്കണേ? ഇങ്ങനെ ആടി നടക്കണ്ടേന്ന് പറഞ്ഞ് മുയലച്ഛൻ ചാടി ചാടി കാണിച്ചു കൊടുക്കും. അണ്ണാൻ ഇങ്ങനെ ആടി നടക്കണ്ടേന്ന് പറഞ്ഞ അണ്ണാൻ ഒരു മരത്തിലേക്ക് അടുത്ത മരപ്പിലേക്ക് ചാടി ചാടി കാണിച്ചു കൊടുത്തു. ഇവര് വല്ലതും നടക്കുന്ന കൂട്ടുകാരെ, ഇവര് വല്ലതും നടക്കുന്ന പോലെ തവളയ്ക്ക് നടക്കാൻ പറ്റും? അണ്ണാൻ നടക്കുന്ന പോലെ തവളയ്ക്ക് നടക്കാൻ പറ്റുമോ? മയില് പീലി വിടർത്തി ആടും പോലെ തവളയ്ക്ക് ആടാൻ പറ്റുമോ? അപ്പൊ മയില് പീലി വിടർത്തി അവരെ ആടി കാണിച്ചു കൊടുത്തു. അപ്പൊ തവളക്കുട്ടന് ഒരു സംശയം, ആണോ ശരിയാണോ? ഞാൻ നടക്കുന്നതിന് വല്ല പ്രശ്നമുണ്ടോ? പ്രോബ്ലം വല്ലതും ഉണ്ടോ? ആള് കരഞ്ഞപ്പോ തവളച്ചേട്ടനോട് ചോദിച്ചു, തവളച്ചേട്ടാ, തവളക്കുട്ടൻ കാട്ടിലെ അണ്ണാനോട് ചോദിച്ചു, അണ്ണാ ചേട്ടാ, ഇത്തിരി വെള്ളം കുടിക്കാൻ തരുമോ? അപ്പോൾ അണ്ണാൻ പറഞ്ഞു, എടി കാട്ടിലെ കുളത്തില് നല്ല വെള്ളം. ഇത് കേട്ടപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായി. അവൾ ചാടി വന്നു. കാട്ടിലെ കുളത്തിലേക്ക് ഒറ്റ ചാട്ടം. അപ്പൊ ജീവനുള്ള, അയ്യോ ചാടല്ലേടി, അയ്യോ ചാടല്ലേടി, ഭയങ്കര പൊക്കമുള്ള കുളമാടി, ആഴമുള്ള കുളമാടി. നമ്മുടെ കാട്ടിൽ ഒരു പുതിയ ജീവി വന്നിട്ട് അതിനെ ചത്തതാകുന്നു. അവരെ പരസ്പരം കളിയാക്കി. നീ അല്ലേ കളിയാക്കി എന്നും പറഞ്ഞ എല്ലാവരും താടക്ക് കയ്യും കൊടുത്ത് പോവാറായി. ഇങ്ങനെ നിന്നപ്പോ കുളത്തിന് ചുറ്റും പോവാറായി താടക്ക് കയ്യും കൊടുത്ത് വിഷമിച്ച് ഇങ്ങനെ നിന്നപ്പോ ഉണ്ടല്ലോ, മുങ്ങാൻ കൂടിയിട്ട് മുങ്ങിപ്പോയ തവളെ പൊങ്ങി വന്നു. അന്നേരം എല്ലാവരും കൂടി ഒറ്റ കൈയടിച്ചു. തവളക്കുട്ടന് അന്നേരം തവളക്കുട്ടൻ ഒരു പാറയുടെ മോളിൽ കേറി ഇരുമ്പ് പറഞ്ഞു, അതെ, ഞങ്ങൾ തവളകൾ കരയിലും വെള്ളത്തിലും ജീവികളാണ്. അപ്പോൾ എല്ലാവരും ഉച്ചത്തിൽ കൈയടിച്ചു. അപ്പൊ അവക്ക് തിരിച്ചു പോകുന്നു. അന്നേരം അവക്ക് മുട്ടയിടാൻ മുട്ടിയപ്പോ പറഞ്ഞ വെള്ളത്തിൽ മുട്ടയിട്ടാ മുട്ടയിടാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് കാട്ടിലെ കുളത്തിൽ തന്നെ മുട്ടയിട്ടു. മുട്ട വിരിഞ്ഞു, വാൽമാക്രിയായി, ഈ തവളകളായി, തവള കുഞ്ഞുങ്ങളായി, എല്ലാമായി. അങ്ങനെ മക്കളും കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അവള് കാട്ടിലെ തവള കാട്ടിലെ തവളയായി.
മക്കളുമായിട്ട് അങ്ങ് ജീവിച്ചു. അതോടെ കഥയും തീർന്നു. കൂട്ടുകാരെ, ഒരു കാര്യവും കൂടി പറയാനുണ്ട്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ എല്ലാവർക്കും ഷെയർ ചെയ്യണേ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഫോട്ടോ സെൻഡ് ചെയ്യണേ കേട്ടോ. നിങ്ങൾക്ക് ലൈക്ക് അടിക്കാൻ പറ്റുമെങ്കിൽ എത്ര ലൈക്ക് അടിച്ചാലും കുഴപ്പമില്ല കേട്ടോ.